നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗോഡ്സില്ല എല്ലാവരും ഗോഡ്സില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേക്കോ മാത്രം ഗോച്ചിര എന്നാണ് വിളിക്കുന്നത്. അത് കിടക്കൊരു പ്രത്യേക രസമല്ലേ? അല്ല, ഇത് ടൈറ്റൻ എക്സിൻ്റെ സീസണല്ലേ, നമ്മളിതിനാ ഗോഡ്സിലെ കുറിച്ച് പറയുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പ്രധാനമായും ലീഷയെ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഓൾഡ് ലീയും യങ് ലീയും തമ്മിൽ സമയത്തിൻ്റെ കളികളിലൂടെ പരസ്പരം സംസാരിച്ചപ്പോൾ അവിടെ ഒരു ഗുണമുണ്ടായി. ആക്സിസ് മുണ്ടിയിൽ വെച്ച് ടൈറ്റൻ എക്സിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ ട്രാക്കർ മൂലം പ്രസൻറ്റിൽ ഇപ്പോൾ അതെവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയുടെ തീരപ്രദേശത്താണെന്ന് മനസ്സിലാക്കി ലീഷ സുസുക്കിയുടെ യാത്ര പറഞ്ഞ് അയാളുടെ ആ ടൈറ്റനെ വീഴ്ത്താനുള്ള മെഷീനുമായി ഇറങ്ങി തിരിച്ചപ്പോൾ കെയ്റ്റും കെയ്ക്കോയും ജപ്പാനിലെ ഒരു ശപിക്കപ്പെട്ട ഗ്രാമം സന്ദർശിച്ച് കെയ്റ്റിലൂടെ ആ മോൺസ്റ്ററിൻ്റെ വികാരം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കി. എൽ ഗ്രാൻഡ് ഡയസ് ഡെൽമാർ നമുക്കൊരു ശത്രു അല്ലെന്നും അത് സഹായത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും കെയ്റ്റ് തിരിച്ചറിഞ്ഞു. അവർ ഈ വിവരമായി നേരെ എത്തുന്നത് അപകടമാണെന്ന് അറിഞ്ഞിട്ടും മൊണാർക്ക് ഷിപ്പായ ഔട്ട് പോസ്റ്റ് 18-ലേക്കാണ്. കപ്പലിൽ നേരം കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ടൈറ്റൻ എക്സ് ഓസ്ട്രേലിയൻ കര തൊട്ടതായി ട്രാക്ക് ചെയ്ത് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെ മൊണാർക്ക് ഡെപ്യൂട്ടിയായ ബാരിസിന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറിയുടെ കോൾ വരികയാണ്. ടൈറ്റനുകളെ പ്രതിരോധിക്കാനുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ് പ്രകാരം കോക്കോയെ ഉടൻ തന്നെ ആ തീരത്ത് നിന്ന് മാറ്റണമെന്ന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലാവസ്ഥയിൽ ബാരിസ് എന്ത് ചെയ്യുമെന്നറിയാതെ തന്നെ നിസ്സഹായതയെക്കുറിച്ച് പറയുമ്പോൾ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത് പണ്ടൊരിക്കൽ ചെയ്തൊരു പരിപാടിയെക്കുറിച്ചാണ്. അന്ന് ബില്ലിൻ്റെയും കേക്കുടെയും ശ്രമത്തിലൂടെ ടൈറ്റനായ ഗോഡ്സിലെ വശീകരിച്ചു വരുത്തി മിലിറ്ററിക്കാർ ന്യൂക്ലിയർ ബോംബ് അതിൻ്റെ മേലിട്ട് പൊട്ടിച്ചത് ഓർമ്മയുണ്ടായിരുന്നില്ലേ? എന്നാൽ അത് ഗോഡ്സിലെ ഒട്ടും നശിപ്പിച്ചില്ലെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ ടൈറ്റനുകളെ വെടിയുണ്ടകളോ മിസൈലുകളോ കൊണ്ട് ആക്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത് അവർ ഏഷ്യയിലെന്ന് ബാരിസ് ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ഇതിന് പ്രതിരോധ സെക്രട്ടറി നൽകിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. കോക്കോയെ നശിപ്പിക്കാൻ ഒരു ടാക്ടിക്കൽ ന്യൂക്ക് അണുബോംബ് ഉപയോഗിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ബാരിസ് ഇതോടെ സ്തംഭിച്ചുപോയി. 2 കാരണങ്ങളാണ് ബാരിസിനെ ഭയപ്പെടുത്തിയത്. ഒന്ന്, ഒരു അണുബോംബ് കൊണ്ട് കോക്കോയെ കൊല്ലാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ ഇത് ഈ മോൺസ്റ്ററിനെ ചൊടിപ്പിച്ച് കൂടുതൽ ശക്തി ആക്കിയേക്കാം. 2, ബോംബ് പൊട്ടിയാൽ ഉണ്ടാകുന്ന റേഡിയേഷൻ കാരണം വടക്കു കിഴക്കൻ ഓസ്ട്രേലിയയിലുള്ള ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടും. ഇവിടെ റൈറ്റേഴ്സ് നമ്മുടെ പ്രസന്റ് ടൈം വേൾഡ് പൊളിറ്റിക്സ് കൂടിയൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2023 മുതൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഭീഷണിയെ തടയാൻ എന്ന പേരിൽ സ്വന്തം ജനതയുടെ ജീവൻ പോലും കണക്കിലെടുക്കാതെ ന്യൂക്ലിയർ ബോംബ് പോലും ഇടാൻ മടിക്കാത്ത ഭരണാധികാരികൾ കേവലം ഒരു സീരീസിൽ മാത്രം കാണിക്കുന്ന ഫിക്ഷൻ തന്നെയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ മൊത്തം കുടുങ്ങി ടെൻഷനായി നിൽക്കുകയാണ് കേക്കോയും കെയ്റ്റും വേറെ വഴിയൊന്നുമില്ലാതെ അവിടേക്ക് വരുന്നത്. അതും ടിമ്മിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. കാരണം അയാൾ ബാരിസിനേക്കാൾ പ്രാക്ടിക്കലാണെന്ന് വിശ്വസിക്കുന്നത് മൊണാർക്കിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പിടികൂടാൻ ആൾക്കാരെ വിട്ടിരിക്കുന്ന ബാരിസിന് മുന്നിലേക്ക് തന്നെ കയറി വന്നതിൻ്റെ അതിശയത്തിൽ അയാൾ നിൽക്കെ നമ്മുടെ കെയ്റ്റിന് ടൈറ്റൻസുമായി ആശയവിനിമയം നടത്താനുള്ള ചില പ്രത്യേക കഴിവുകളുണ്ടെന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കാത്തതുകൊണ്ട് ആദ്യം തന്നെ ലീയുടെ പ്ലാനിനെ കുറിച്ച് അവർ പറഞ്ഞു. ഈ ടൈറ്റൻ എക്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റൊരു ടൈറ്റനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. ലീ ഒരു പുതിയ സുസുക്കി ഡിവൈസ് വെച്ച് ഇത് ശ്രമിക്കുകയാണെന്ന് അറിയുന്നതും ബാരിസിന് ഇത് വലിയ ഷോക്കും. ഒരു ടൈറ്റനെ തന്നെ നിയന്ത്രിക്കാനാകാത്ത ഈ സാഹചര്യത്തിൽ ഇനി അയാൾ ഏത് ടൈറ്റനെയാണ് മുടിപ്പിക്കാനായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോണേ? ലീഷ ഇന്നേരം തന്നെ ഓസ്ട്രേലിയയിലെത്തി ഒരു ട്രക്ക് സംഘടിപ്പിച്ച് ടൈറ്റൻ വന്ന് തമ്പടിച്ചിട്ടുള്ള ആ തീരത്തേക്ക് പറന്നെത്തുന്നു. ആക്രോശവും മുരൾച്ചയും അലർക്കവുമൊക്കെ ആയിട്ട് ഉഗ്രകോപത്തിലാണ് ആ മോൺസ്റ്റർ. കോക്കോയെ മണലിൽ കിടന്ന് വല്ലാതെ പിടയുന്നത് ലീഷ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ആ ടൈറ്റൻ തന്റെ നഷ്ടപ്പെട്ട ഒരു ടെൻറ്റക്കിളില്ലേ പ്രൊജക്ടൈൽ തറച്ചയെ തുടർന്ന് മുറിച്ചു മാറ്റിയത്, ആ ഭാഗം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വേഗത്തിൽ തന്നെ വീണ്ടും കിളിർത്തു വരുന്ന ഒരു അത്ഭുത കാഴ്ച. ചുറ്റും അനേകം പക്ഷികൾ വട്ടമിട്ട് ആകാശത്തോടെ പറന്നു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം മണലുപയോഗിച്ച് ഒരു ചിതൽപുറ്റ് പോലുള്ള വലിയൊരു നിർമ്മിതിയും കോക്കോയ്ക്കടുത്തായി പാരസൈറ്റ്സായ സ്കരാബുകൾ ഉണ്ടാക്കി അതിൽ കയറിയിരിക്കുന്നു, കുട്ടികൾ കൂടാണെന്ന പോലെ. ലീഷ അവിടുന്ന് ട്രക്കെടുത്ത് കുറെ കൂടി താഴേക്ക് ചെന്ന് ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് സുസുക്കിയുടെ ഡിവൈസ് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് പഹയനൊരു മുട്ടനടി കാണാൻ വേണ്ടിയിട്ട്. കേക്കോയിൽ നിന്ന് ബാരിസ് ഈ ഒരു ഡേഞ്ചർ പ്ലാൻ അറിയുന്നതോടെ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും നഗരം മുഴുവൻ നാശമാകുമെന്നും ഭയപ്പെടുന്നു. കരതൊട്ടിരിക്കുന്ന ടൈറ്റനെ നിരീക്ഷിക്കുന്നതിൽ വെച്ച് അതിനിപ്പോൾ നല്ല രീതിക്ക് എനർജി സ്പൈക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പതിവിലും കൂടുതലായി. അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. കോക്കോയെ വളരെ അഗ്രസീവ് ആവുന്നൊരു ലക്ഷണമായിരിക്കുമെന്ന് സംശയിക്കുമ്പോൾ ഇത്തരം എനർജി വ്യതിയാനങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളത് ഗോഡ്സിൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ്. അമേരിക്കൻ സൈന്യം എന്തായാലും 3 മണിക്കൂറിനുള്ളിൽ ആ തീരത്ത് ബോംബിടാൻ പോവുകയാണെന്ന് അറിയിക്കുന്നതും ടിം ഉൾപ്പെടെ സകലർക്കും ഞെട്ടൽ. അണുബോംബിട്ട് ടൈറ്റൻ എക്സിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അവിടെയുള്ള ജനതയുടെ ദുരന്തത്തിലേ അവസാനിക്കുള്ളൂ എന്ന് കേക്കോ ഇവിടെ ശക്തമായി എതിർത്തുകൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ കോക്കായി മോൺസ്റ്റർ കര തൊട്ടെങ്കിലും ആ തീരത്തുള്ള ആരെയും ഉപദ്രവിക്കുകയോ അതിന് മുതിർന്നിട്ടോ ഇല്ല. എന്നിട്ട് പോലും ഒരു ഭീഷണി എന്ന നിലയിൽ തന്നെ ബോംബിട്ട് നശിപ്പിക്കാനുള്ള അധികാരികളുടെ തീരുമാനം എന്ത് ക്രൂരമാണെന്ന് ചോദിക്കുവാണ്. കാരണം ബിൽ പണ്ട് കണ്ടെത്തിയ ടൈറ്റൻ എക്സിൻ്റെ മൈഗ്രേറ്ററി റൂട്ടുണ്ട്. ആ സഞ്ചാരപാതയിലായി സ്വൈര്യവ്യവഹാരം നടത്തി വന്നിരുന്ന മോൺസ്റ്ററിനെ എയ്പെക്സ് ആണ് അനാവശ്യമായി മിഷൻ നടത്തി ഉപദ്രവിച്ച് അതിനെ ചൊടിപ്പിച്ചത്. ഇപ്പോൾ ആ ഭയത്താലാണ് ടൈറ്റൻ സഞ്ചാരപാത മാറി തീരത്ത് വന്നിട്ടുള്ളതെന്നും അതിനെ ബോംബിട്ടോ മറ്റു ടൈറ്റനെ വെച്ച് തകർക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ
ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കെയ്റ്റും കെയ്ക്കോയും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് കോക്കായുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും അതിനെ തിരിച്ച് സമുദ്രത്തിലേക്ക് അയക്കാമെന്നും ബാരിസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇതെല്ലാം കേട്ട് ബാരിസ് വായും മുളന്ന് നിൽക്കുവാണ്. എന്തോന്നറിയ പറയുന്നതൊക്കെ. കെയ്റ്റിന് എങ്ങനെയെന്നറിയില്ല, പക്ഷേ അവളുടെ സെൻസസ് വെച്ച് ടൈറ്റനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുന്നേ അത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പും മൊണാർക്ക് സ്പോട്ട് ചെയ്തതിന് മുമ്പ് വരെ കെയ്റ്റിന് ഈ ടൈറ്റൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. കെയ്ക്കോ വിശദീകരിക്കുമ്പോൾ ബാരിസിന് ഇതെല്ലാം അസംബന്ധമാണെങ്കിലും ടിം കൂടി യോജിക്കുന്നതോടെ ബാരിസ് അയാളുടെ ഈ നിസ്സഹായാവസ്ഥയിൽ സമ്മതം മൂളി. ആ തീരത്തേക്ക് പോകാൻ അവർക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു. 20 മിനിറ്റുള്ളിൽ തീരത്തേക്ക് എത്തിച്ചേരാൻ ചോപ്പർ സെർച്ച് ചെയ്യാനുള്ള ഒരുക്കത്തിൽ ഒരു റീയൂണിയൻ. ചിതറിപ്പോയ 4 പേരും വീണ്ടും ഒരുമിച്ചൊരു സ്ഥലത്ത്. പക്ഷെ ആർക്കും തമ്മിൽ ഐക്യതയില്ല. കെൻഡാരോ അവിടെ ഇല്ലായിരുന്നു. അവൻ ഇപ്പോൾ വന്നതാണ് തായ്ലൻഡ് യാത്ര കഴിഞ്ഞിട്ട്. ആ യാത്ര എന്തായിരുന്നു പറഞ്ഞില്ലല്ലോ അല്ലേ? ഏപിക്സ് ഫൗണ്ടർ വാൾട്ടർ സിമൺസിൻ്റെ പുത്രി ഇസബെല്ലുമായി അവിടെ ഒരു മീറ്റിംഗ് നടന്ന് അവളുടെ ഒരു വലിയ പ്ലാൻ അവിടെ വെച്ച് പറഞ്ഞതിന് ശേഷം കെൻഡാരോ അതിനെ ഡീൽ ചെയ്ത് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിലും അത് നടന്നിട്ടുണ്ട്. തിരികെ ഷിപ്പിലേക്ക് എത്തവേ മെയ് അവനെ കണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റ് കാഷ്വൽ ടാക്സിന് തുടക്കം ഇടുമ്പോൾ താനിതുപോലെ ഇസബെലിനെ കണ്ടതായും പേടിക്കൊന്നും വേണ്ട. ഏപിക്സുമായുള്ള ഇടപാടൊന്നുമല്ല. ഇസബെലും ഏപിക്സിനെ വെറുക്കുന്ന ആളാണെന്നും പ്രത്യേകിച്ചൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ മെയ്ക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം അവൾക്ക് വാൾട്ടറെ അത്യാവശ്യം നല്ലോണം അറിയാം. ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വള്ളിയുണ്ടെന്ന് ശങ്കിച്ച് അവനുമായി നടക്കുമ്പോഴാണ് കെയ്ക്കോയും കെയ്റ്റിനെയും കണ്ടുമുട്ടുന്നത്. ഹിരോഷിയുടെ അടക്കത്തിന് ശേഷം ആദ്യമായാണ് അവർ കണ്ടുമുട്ടുന്നത്. അച്ഛൻ മരിച്ചതിൻ്റെ കാരണം പറഞ്ഞ കെയ്റ്റുമായി മുട്ടൻ വഴക്കിട്ട് പിരിഞ്ഞല്ലായിരുന്നോ? ഇരുവരും ഹായ് പറഞ്ഞ് ടിമ്മോനെ കൂട്ടി ചോപ്പർ സെറ്റാക്കാൻ പോകവേ പക്ഷേ കെയ്റ്റിന് മെയ്യോട് ഇപ്പോഴും ദേഷ്യമാണ്. അന്ന് അവിടെ വെച്ച് താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ ബ്രണ്ടയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണം മൂലമാണ് ടൈറ്റനെ ഇപ്പോൾ അപകടത്തിലാക്കിയതും ഹിരോഷി മരണപ്പെടാനും കാരണം എന്നുള്ള ചിന്തയാണ് അവൾക്ക്. അങ്ങനെ തയ്യാറെടുപ്പുകൾക്കിടയിൽ കെൻഡാരോ തൻ്റെ മുറിയിൽ നിൽക്കെ ഇസബലിൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും കെൻഡാരോ തൻ്റെ സുഹൃത്തുക്കളെ കുടുംബത്തെയും മൊണാർക്കിനെയും വഞ്ചിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. യാത്ര തിരിക്കുന്നതിന് മുന്നേയായി കെയ്റ്റ് കെൻഡാരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനായ ഹിരോഷിയുടെ മരണം അവനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് കെയ്റ്റിന് അറിയായിരുന്നു. ഞാൻ ഓക്കെയാണ് എന്നവൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അവൻ മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് കെയ്റ്റിനറിയാം വ്യക്തമായി. ടൈറ്റനടുത്തേക്കുള്ള ഈ ഒരു യാത്ര അവനെ കൂടുതൽ തളർത്തുമെന്നും അതുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്നും കെയ്റ്റ് ഉപദേശിച്ചെങ്കിലും പക്ഷേ കെൻഡാരോയെ അത് ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഒന്നിച്ച് തുടങ്ങിയ മിഷനാണ്, ഇത് നമ്മളുടേത് തന്നെയാണ്, താൻ മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നും ടൈറ്റനെ ഡീൽ ചെയ്ത് ജനങ്ങൾക്ക് ആപത്തുണ്ടാവാതിരിക്കാൻ ശ്രമിക്കാമെന്നും പറഞ്ഞ് അവൻ പോകുന്നു. കെൻഡാരോയുടെ ഉദ്ദേശത്തിൽ കെയ്റ്റിന് ഡൗട്ടുണ്ട്. കാരണം തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നൊരു ബോധം അവനിൽ മണക്കുന്നു. അങ്ങനെ ദ റാൻഡാസ് കെയ്ക്കോ റാണ്ടയും കെൻഡാരോയും കെയ്റ്റും ചേർന്ന് ഹെലികോപ്റ്ററിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മെയ് തൻ്റെ ആശങ്ക ടിമ്മിനോട് തുറന്ന് പറയുന്നുണ്ട്. ഇസബലിനെ കണ്ടതിൽ അവൾക്ക് കെൻഡാരോയുടെ മേലല്ല വിശ്വാസക്കുറവ്. അവളെയും ഏപെക്സിനെയുമാണ് മെയ്ക്ക് പേടി. കാരണം അവരെന്ത് ഗൂഢപദ്ധതിയാണ് മെനയെന്ന് അറിയില്ലല്ലോ. തനിക്കൊന്ന് ബ്രണ്ടയെ കാണണമെന്ന് ആവശ്യം പറഞ്ഞാണ് മെയ് ടിമ്മിനടുത്തെത്തി ഇത് പറയുന്നത്. ഇനിയും ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാവുന്നത് കാണാൻ വയ്യ അവൾക്ക്. ഓൾറെഡി കെയ്റ്റിൻ്റെ ദേഷ്യവും അകൽച്ചയും അവൾക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ടിം ഇത് മനസ്സിലാക്കി അവളെ നല്ല രീതിക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് മോൺസ്റ്റർ മാറ്റേഴ്സാണ്, ഇവിടെ ഏതബദ്ധവും വലുതായിരിക്കും, പക്ഷേ അതിൽ തെറ്റുകുറ്റം മനസ്സിലാക്കി തിരിച്ചറിയുകയാണ് വേണ്ടത് എന്ന് പ്രചോദിപ്പിച്ചിട്ട് മെയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവളോട് ധൈര്യമായി അതേക്കുറിച്ച് അന്വേഷിക്കാൻ പെർമിഷൻ കൊടുക്കുവാണ്. പ്രശ്നമൊന്നും ഉണ്ടാകാതെ താൻ സൈഡിലുണ്ടെന്ന് പറഞ്ഞിട്ട്. കടൽ തീരത്ത് നേരം ലീഷ ആ സുസുക്കിയുടെ ടൈറ്റൻ ബെയ്റ്റ് ഡിവൈസ് കടലിൻ്റെ ദിശയിലേക്ക് തിരിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എനർജി റേഡിയേഷൻ വരുത്തി ബാടാ മക്കളെയെന്നും പറഞ്ഞ് ട്രക്കിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തുന്നത്. പൈലറ്റും റാൻഡാസും ടൈറ്റൻ്റെ ആ ഒരു സൈസും കണ്ടങ്ങനെ വരവേ ചുറ്റും പറന്നുകൊണ്ടിരുന്ന നിരവധി പക്ഷികൾ ഹെലികോപ്റ്ററിൽ വന്നിരിക്കുന്നതോടെ കൺട്രോൾ പോകുന്നു. ലീഷ ഇതെല്ലാം കണ്ട പതിച്ചു നിൽക്കെ എന്ത് സംഭവിക്കുന്നു? ചോപ്പർ നിയന്ത്രണം തെറ്റി പൂഴി മണ്ണിലേക്ക് വന്ന് പതിക്കുവാണ്. ടിമ്മിനെയും മൊണാർക്കിനെയും ഇത് അങ്കലാപ്പിലാക്കുന്നെങ്കിലും വൈകാതെ സിഗ്നൽ തിരികെ ലഭിച്ച് ആളപായമൊന്നുമില്ലെന്നും ഇവാക്വേഷൻ ചോപ്പർ അയക്കാനും റെസ്പോൺസ് വരുന്നത് ആശ്വാസവും. മീൻവൈൽ സംവെയർ അറ്റ് ദ സൗത്ത് പസഫിക് യാ മോനെ, കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ഉണർന്നിരിക്കുവാണ്. ആ ടൈറ്റൻ കോളിംഗ് ഡിവൈസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന സിഗ്നൽസ് ഒടുവിൽ ഉണർത്തേണ്ട ആളെ തന്നെ ഉണർത്തിയിരിക്കുന്ന ഒരു കാം ബിഫോർ ദ സ്റ്റോം മൊമെൻറ്റ്. സാന്റാ സോൾഡേഡ് സംഭവത്തോടെ ചോദ്യം ചെയ്യലിനും മറ്റുമായി ബ്രണ്ടയെ ഒരു മൊണാർക്ക് ഫെസിലിറ്റിയിലെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. മെയ് അവിടേക്കാണ് സംസാരിക്കാൻ എത്തുന്നത്. ബ്രണ്ടയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അവർ എയ്പെക്സിനെ നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഇത് മെയ്ക്ക് മനസ്സിലാവുന്നില്ല. എയ്പെക്സിൻ്റെ പ്ലാനില്ലാത്ത എന്തോ ഒരു പ്രവൃത്തി ബ്രണ്ട ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇതിനർത്ഥം. മെയ് ബ്രണ്ടയുമായി അവർ തമ്മിലുള്ള അടുപ്പത്തിൽ സംസാരിച്ച് ഇസബൽ കെൻഡാരോയുമായി മിങ്കിളാവുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ബ്രണ്ടയ്ക്കും അതിശയമാണ്. ഇസബലിന് എയ്പെക്സുമായി വലിയ ഡീലൊന്നുമില്ലെന്നും അവളുടെ ഉദ്ദേശം തനിക്കറിയില്ലെന്നും ബ്രണ്ട അറിയിക്കുന്നു. തകർന്നു വീണ ചോപ്പറിനടുത്തേക്ക് നടക്കുന്ന ലീഷായ്ക്ക് അതിനുള്ളിൽ കേൾക്കുമായിരുന്നു എന്നറിയുന്നത് ഒരു സന്തോഷമാണ്. അവരെല്ലാം വന്നിരിക്കേണ്ട ഉദ്ദേശം പട്ടാളക്കാർ വന്ന ടൈറ്റിന് മേൽ അണുബോംബും മിസൈലും വർഷിക്കും മുന്നേ അതിനെ കെയ്റ്റിൻ്റെ കഴിവെച്ച് രക്ഷപ്പെടുത്തി വിടാനാണെന്ന് അറിയുമ്പോൾ ഇത് കേട്ട് ഞെട്ടുന്ന ലീഷയ്ക്ക് പറയാനുള്ളത് 2 കാര്യമാണ്. ഒന്ന്, ഈ അണുബോംബും ന്യൂക്കുമൊക്കെ ഇവരെ ബാധിക്കില്ല, അത് ഇരട്ടി പ്രശ്നമുണ്ടാക്കുകയുള്ളൂ.
മാത്രമല്ല ജിഡയ്ക്ക് ശേഷം ജനങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ടൈറ്റനുകൾ. അതിനെ മൈഗ്രേറ്ററി റൂട്ടിലേക്ക് രക്ഷപ്പെടുത്തി വിടുന്നത് അബദ്ധമാണ്. കെയ്റ്റിൻ്റെ പിതാവിനെ, കെയ്ക്കോയുടെ മകനെ കൊന്ന ടൈറ്റൻ്റെ വിധി ഇനി ഗോഡ്സിലയുടെ കയ്യിലാണെന്നും അവനോട് പ്രത്യക്ഷപ്പെടും മുന്നേ ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാം, താൻ ട്രക്കിലുണ്ടാവുമെന്നും പറഞ്ഞു പോകുന്നു. ലീഷ ഇത്രയും പറയുന്നതും എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പം കെയ്റ്റിന്. എന്നാൽ ഇവിടെ കെൻഡാരോ വന്ന് നിന്നിട്ട് നിനക്ക് പോകണമെങ്കിൽ പോവാം, പക്ഷേ ശ്രമിക്കണമെങ്കിൽ നമുക്കൊരു തവണ ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് കെയ്റ്റിനെ ക്ലിയറാക്കുന്നതിനെ തുടർന്ന് കെയ്ക്കോയും ഒരു ശ്രമത്തിന് ഓക്കെ പറയുന്നെങ്കിലും കെൻഡാരയിൽ അവർക്കും ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇങ്ങനെ സ്വരമായി പെരുമാറുന്നത്. കെയ്റ്റ് തൻ്റെ പ്ലാനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചങ്ങനെ അവൾ വല്ലാതെ ആടി ഉലഞ്ഞു മുരളി നിൽക്കുന്ന കോക്കോയുടെ അടുത്തേക്ക് നടക്കുന്നു. പിന്നാലെ കെൻഡാരോയും. ചുറ്റും സ്കരാബുകൾ ഉണ്ടെങ്കിലും അവറ്റകളിപ്പോൾ ഉപദ്രവകാരികളല്ല. അപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത ഉണ്ടവിടെ. ഇന്നേരം കെയ്ക്കോ ലീഷയ്ക്കടുത്തേക്ക് എത്തുമ്പോൾ തിരിച്ചു പോകാൻ വരികയാണെന്ന് കരുതിയെങ്കിലും അവർക്ക് പറയേണ്ട കാര്യം നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യമാണ് ഇത്. കാലങ്ങൾ ഇത്രയായി താനും ബില്ലും ഷായുമൊക്കെ ടൈറ്റനുകളെ പഠിച്ച് അവരുടെ രീതി മനസ്സിലാക്കാൻ നിന്നിട്ട് നടന്നത് അവറ്റകൾക്കെതിരെ പ്രയോഗിക്കാൻ കുറേ ആയുധങ്ങൾ നിർമ്മിച്ചു എന്നത് മാത്രമാണ്. ടൈറ്റനുകളെ നശിപ്പിക്കുന്നതിന് പകരം അവരെ മനസ്സിലാക്കി മനുഷ്യരാശിയെ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന് നിൽക്കുമ്പോൾ അതിന് കഴിയുമെന്ന് തോന്നിയ സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്ന് ലീഷ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തീർച്ചയായും ഇല്ല. പക്ഷേ ഈ ടൈറ്റനെ നശിപ്പിക്കുന്നതിൽ നിന്ന് കടലിലേക്ക് വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിൽക്കുമ്പോൾ അതാ അവൻ വരികയായി. ഗോജിര കോക്കായ്ക്കടുത്തേക്ക് ആഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ കെയ്റ്റ് മെല്ലെ ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത മതപ്പാട് പോലെയാണ് ടൈറ്റനെക്സിന്. പെട്ടെന്ന് കണ്ണു തുറന്ന് വിടർന്നങ്ങനെ നിൽക്കുന്നെങ്കിലും കെയ്റ്റുമായി എന്തോ ഒരു കണക്ഷനുണ്ട്. അത് ഉപദ്രവിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് കെയ്റ്റ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. കോക്കായ് കരയിലേക്ക് എത്തിയത് വേറൊന്നിനുമല്ല, അത് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് ആയിരുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ട മണൽപുറ്റ് സ്കരാബുകൾ കയറിയുന്നൊരു കൂട് പോലെയാക്കി അതിനകത്തായി നമ്മുടെ അമ്മ കോക്കായ് മുട്ടയിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്ത് നല്ല കാഴ്ച! അതാരെയും ആക്രമിക്കാനല്ല അവിടെ എത്തിയിട്ടുള്ളതെന്ന് ഇനിയും മനസ്സിലാകാതിരിക്കേണ്ട ഒരു കാരണവുമില്ല. എന്നാൽ അത്രയും നേരം കെയ്റ്റിൻ്റെയും സംശയത്തിൻ്റെ നിഴലിൽ നിന്ന കെൻഡയുടെ ലക്ഷ്യം നമ്മൾ അറിയുകയാണ്. അവനുടനെ അവിടുന്ന് മാറി ഇസബലിനെ വിളിച്ചു. അവളാകട്ടെ കുറേ ടീമിനെ സെറ്റാക്കി സജ്ജമായി നിൽക്കുകയായിരുന്നു. എന്തിന്? ഇവളുടെ പ്ലാൻ എന്തെന്നാൽ ടൈറ്റൻസ് ഇല്ലാത്തൊരു ന്യൂ വേൾഡ് അല്ലേ. ഇപ്പോൾ കെൻഡാരെ ഏൽപ്പിച്ചിട്ടുള്ളത് ടൈറ്റൻസിനൊപ്പമുള്ള സ്കരാബുകളെ സ്പോട്ട് ചെയ്യാനാണ്. സ്കരാബിനെ തൂക്കിയാൽ ടൈറ്റനെക്സിനെ അത് ട്രിഗർ ചെയ്യുമെന്നറിയാം. അതുവഴി എന്തോ പ്ലാനിനായി നിൽക്കുമ്പോൾ ഇപ്പം ടൈറ്റനൊരു മുട്ടയിട്ടിരിക്കുന്നു എന്നത് ഡബിൾ ലക്കാണ്, കോക്കായുടെ കണ്ണുപോലെ. അതുകൊണ്ട് അവർ ആ മുട്ട തന്നെ എടുക്കാൻ തീരുമാനിക്കുന്നു. കെൻഡാരോ കിണ്ടി അവൻ ചതിച്ചിരിക്കുവാണ്. മൊണാർക്കിനെയും കെയ്റ്റിനെയും മാത്രമല്ല, ടൈറ്റനെക്സിനെയും. ഇന്നേരം ഇവർ രണ്ട് മോൺസ്റ്ററിൻ്റെ അടുത്തായി നിൽക്കുന്നത് കാണുന്ന ലീഷ അത് കൊടി ആപത്താണെന്ന് പറഞ്ഞ് ട്രക്കുമെടുത്ത് അങ്ങോട്ടേക്ക് പായുമ്പോൾ ആ അപകടം ഇങ്ങെത്തി കഴിഞ്ഞിരിക്കുന്നു. ടൈറ്റൻ പോകാതിരിക്കുന്നത് മുട്ടയിട്ടതുകൊണ്ടാണെന്ന് കെയ്റ്റ് കെൻഡാരയുടെയായി പറഞ്ഞു നിൽക്കുന്നതും ഒരു മുരൾച്ച. ഗോഡ്സില ഈസ് ഹിയർ. എല്ലാവരുടെയും വയറ്റിൽ നന്താളിപ്പ് വരുമ്പോൾ മൊണാർക്കിൽ നെട്ടോട്ടം. ഗോഡ്സിലെ സ്പോർട്സിലൂടെ ഇനി എന്ത് നടക്കുമെന്ന ആശങ്കയിൽ നിക്കക്കള്ളിയില്ല. ഇത് ലീഷ ഡിവൈസ് പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ടിമ്മിന് ഉറപ്പില്ല. ആയിരിക്കാം. ചിലപ്പോൾ മറ്റൊരു ടൈറ്റൻ തൻ്റെ ടെറിട്ടറിയിലുള്ളതായി ഗോഡ്സില അറിഞ്ഞത് ഇപ്പോഴായിരിക്കും എന്നും പറയുന്നു. കെയ്ക്കോയും ടീമിനെയും രക്ഷിക്കാനുള്ള റെസ്ക്യൂ ടീം അവിടേക്ക് എത്താൻ 5 മിനിറ്റ് കൂടി എടുക്കും. ഇന്നേരം തീരത്ത് വേറെ കുറേ ജീപ്പുകൾ വരുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ബാരിസ് പട്ടാളക്കാരോട്, അതായത് മിസൈലും ബോംബുമായി അടുത്തുകൊണ്ടിരിക്കുന്ന സേനയോട് ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. ഗോഡ്സിലെ കണ്ട കോക്കായ് മുട്ട സംരക്ഷിക്കാനായി അതിനെ തടയാൻ പോകുമ്പോൾ ഈ ജീപ്പിൽ വന്ന ഇസബലിൻ്റെ ടീമിൻ്റെ ലീഡ് ജെയ്സണും. അപ്പോൾ എയ്പെക്സിൽ നിന്നുള്ള ജെയ്സന്റെ കള്ളക്കളി ഇതായിരുന്നു. മൊണാർക്ക് ഔട്ട്പോസ്റ്റിലേക്ക് എത്തി വിവരങ്ങൾ ശേഖരിച്ചതും സാന്റാ സോഡാറിൽ വെച്ച് ഇൻഫർമേഷൻ സിസ്റ്റം കൈക്കലാക്കിയതും അപ്പോൾ ഇസബലിന് വേണ്ടിയായിരുന്നു. എന്നുവെച്ചാൽ വൻ ഗൂഢപദ്ധതികളാണ് അവളുടെ സൈഡിൽ. അതിലിപ്പോൾ കെൻഡാരയും ഉണ്ടെന്നറിയുകയാണ് കെയ്റ്റും. അവരെ മുട്ടയെടുക്കാൻ ശ്രമിക്കുന്ന കണ്ട് കോപം കൊണ്ട് ജ്വലിക്കുമ്പോൾ അവിടെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് കിങ്ങിൻ്റെ ആധിപത്യം നിലനിർത്തി ടെറിട്ടറിയിൽ കടന്നു വന്ന ടൈറ്റനെ കുടയുന്ന ഗോഡ്സില, മറുവശത്ത് തൻ്റെ മുട്ടയെ, തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കോക്കായുടെ പ്രതിരോധം. വാലുവീശിക്കൊണ്ട് ആ മാസ്മരിക ഫൈറ്റിന് തുടക്കം വിടുമ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ പോരാളിയുടെ ശക്തിയും അത്ര ചെറുതല്ല. കോക്കായ് കട്ടയ്ക്ക് നിന്ന് ഗോഡ്സിലിയുമൊത്ത് യമണ്ടൻ അടി നടക്കവേ ഷായ്ക്കും കെയ്ക്കോയ്ക്കും കെയ്റ്റിനടുത്തേക്ക് എത്താൻ കഴിയാത്ത സിറ്റുവേഷൻ. വൈകാതെ ജെയ്സന്റെ നിർദ്ദേശപ്രകാരം മുട്ടയ്ക്ക് ചുറ്റും ഒരുതരം വല വെച്ച് കെട്ടി അതിലേക്കൊരു ചോപ്പർ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് ടൈറ്റനെക്സിനെ പരിഭ്രാന്തിയാക്കുന്നു. അവൾ ഗോഡ്സിലയുടെ പിടിയിൽ നിന്നും മുട്ടയ്ക്കടുത്തേക്ക് ആഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ എപ്പിക് ഐറ്റം. കിങ് അതിൻ്റെ അറ്റോമിക് ബ്രീത്ത് എടുക്കുന്നതും ഭാഗ്യത്തിന് കോക്കായ് ഒഴിഞ്ഞു മാറി. എന്നാൽ ജെയ്സൺ അതിൽ ചിന്നി ചിതറിപ്പോവാണ്. അവൻ അങ്ങനെ തന്നെ വേണം. ഈ ഒരവസ്ഥയിൽ ദൂരെ നിന്ന് ലീയും കേക്കോയും ഇതെല്ലാം കണ്ട് നിസ്സഹായരായി നിൽക്കുമ്പോൾ കെയ്റ്റിന് വേറെ വഴിയില്ല ജീവൻ നിലനിർത്താൻ ആ ജീപ്പിൽ കയറുകയല്ലാതെ.
അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഒരു വല്ലാത്ത ഇമോഷണൽ മൊമെൻറ്റിലാണ്. തൻ്റെ മുട്ടയും തട്ടിക്കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിന് പിന്നാലെ കോക്കായി പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതെത്താവുന്നതിലും ഉയരത്തിലാവുമ്പോൾ പിന്നാലെ ഉടുമ്പിനെ പോലെ വിടാതെ പിന്തുടരുന്ന ഗോഡ്സില്ലയും. ആ കാണുന്നത് കൊലവിളിയോ അട്ടഹാസമോ ഒന്നുമല്ല, ഒരമ്മയുടെ രോദനം. എന്നാലും കോക്കായി ഗോഡ്സില്ലയ്ക്കിട്ട് നല്ല ചാമ്പിയിട്ടുണ്ട്. അതവൻ അത്രയ്ക്കും ദേഷ്യമൂത്ത് ടൈറ്റനെക്സിൻ്റെ പിറകെ വെച്ച് പിടിക്കുന്നത്. പാവൻ ടൈറ്റനെക്സ് അങ്ങോട്ട് പോയി ഒരാക്രമണം ചെയ്യാതെ ദൂരെ മാറി ഒരു ഒഴിഞ്ഞ കടൽ തീരം തപ്പിയെത്തി മുട്ടയിട്ടിട്ടും ഒരു രക്ഷയില്ല. ലീഷായും മിലിറ്ററിയും മുട്ട തട്ടിക്കൊണ്ടുപോകാൻ വന്നവരും എല്ലാം കൂടി ഒരു വൻ കോലാഹലമായി തീർന്നു. ഗോഡ്സില്ല ഫൈറ്റിന് തയ്യാറെടുക്കുമ്പോഴുള്ള എനർജി സ്പൈക്സ് മൊണാർക്ക് ടീം ടൈറ്റനിൽ കണ്ടെത്തിയത് അപ്പോൾ ഈ മുട്ടയിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ പവർ ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്തായാലും ഇതുകൊണ്ട് കെയ്റ്റിൻ്റെ പ്ലാൻ അവിടെ വർക്കായതുമില്ല. കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നെങ്കിലും കിടിലൻ നിമിഷങ്ങളായിരുന്നു ഗോഡ്സില്ലയുടെ എൻട്രി. ആ കണ്ണ് തുറക്കുന്നത് മുതൽ കോക്കായി അങ്ങനെ അക്രമകാരിയല്ലെന്നും അവൾ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ഗോഡ്സില്ലയ്ക്ക് മനസ്സിലാകുമോ? കാരണം മുമ്പ് പലപ്പോഴും ഗോഡ്സില്ല ഒരുതരം എമ്പതി, സഹാനുഭൂതി കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഗോഡ്സില്ലയ്ക്ക് മറ്റ് ടൈറ്റൻസുമായി ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവർ തമ്മിൽ അങ്ങനെ കാണാൻ ഒരു കണക്ഷൻ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം. ചതിയുടെയും മഞ്ചരിയുടെയും എപ്പിസോഡ് കൂടിയായിരുന്നു ഇത്. കെൻഡാരോ ഇതോടെ ഒരു നികൃഷ്ട വില്ലനായി മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും കലാശ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതോടൊപ്പം ഒരാൾ കൂടി എത്തിയാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ അൾട്ടിമേറ്റ് കാഴ്ചകളുമായി വീണ്ടും കാത്തിരുന്നു കാണാം.